രൂപത സഭാ നേതൃത്വങ്ങൾക്കെതിരെ വരെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വനമന്ത്രി തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ നിരന്തരമായി കൃത്യവിലോപത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇതുപോലെ മരണങ്ങൾ സംഭവിക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന സാഹചര്യങ്ങളാണ്. പക്ഷേ ചില തന്ത്രങ്ങളൊക്കെ കാണിച്ച്, ചില ഗിമിക്സുകൾ കാണിച്ച് അതിൽ നിന്നും, ആരോപണങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമം ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? സഭാ നേതൃത്വങ്ങളെ അടക്കം വിമർശിക്കുകയും അതേസമയം കൃത്യമായ ക്രിയാത്മകമായ ഒരു നടപടികളും സ്വീകരിക്കാതെ ഇതുപോലുള്ള മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതിൽ അങ്ങേക്ക് എന്താണ് തോന്നുന്നത്? സഭാ നേതൃത്വങ്ങൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉള്ള കാര്യം പറയുമ്പോൾ അതിനെ അവരെ എതിർക്കുക എന്നുള്ളതാണ് വനമന്ത്രിയുടെ സമീപനം. കാരണം അവർ ഭയപ്പെടുകയാണ്. ജനങ്ങൾ വസ്തുക്കൾ അറിയുന്നു എന്നത് അവർക്ക് ഭയമാണ്. ജനങ്ങൾ വസ്തുക്കൾ അറിയാതിരിക്കണമെങ്കിൽ പറയുന്ന ആളുകളെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തിയോ ആക്ഷേപിച്ചോ അവഹേളിച്ചോ നിശബ്ദരാക്കണം. അങ്ങനെ നിശബ്ദരാക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഒക്കെ ഈ മന്ത്രി അവഹേളിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ടാകും. ഈ മന്ത്രിക്ക് സ്വന്തം നിലയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിവില്ല. മന്ത്രിയുടെ ഉദ്യോഗത്തിന് പറയുന്നത് എന്തോ അത് അതേപടി പറയാൻ മാത്രമേ അദ്ദേഹത്തിന് അറിയത്തുള്ളൂ. അല്ലാതെ എന്താണ് നടക്കുന്നതെന്ന് കണ്ടെത്താനുള്ള സംവിധാനമോ അതിനുള്ള മനസ്സോ അതിനുള്ള കരുത്തോ ഒന്നും അദ്ദേഹത്തിനില്ല. അതുകൊണ്ട് അദ്ദേഹം ആരൊക്കെ പറയുന്നു കേൾക്കുന്നു, അത് കേട്ടുകൊണ്ട് അദ്ദേഹം അങ്ങ് ജൽപ്പിക്കുന്ന മാതിരിയുള്ള സംസാരമാണ് അത് നടക്കുന്നത്. വളരെ ഉത്തരവാദിത്വരഹിതമായ സംസാരമാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ബസ് ഇറങ്ങി വീട്ടിലേക്ക് അമ്മയോടൊപ്പം നടന്നുപോയ അലൻ എന്ന് പറയുന്ന വ്യക്തിയാണ് കാട്ടാന കുത്തിക്കൊന്നത്. 3 ദിവസം മുമ്പ് വരെ ഈ ജനവാസ മേഖലയിലൂടെ ഈ 3 കാട്ടാനകൾ ഞാൻ അവിടെ പോയതാണ്. ആ വീട് സന്ദർശിച്ചാണ് കാട്ടാന ഈ അലനെ കുത്തിക്കൊന്ന സ്ഥലവും ഞാൻ കാണുകയുണ്ടായി. അവിടെ പ്രാദേശികവാസികൾ പറയുന്നത് ഈ സംഭവത്തിന് 3 ദിവസങ്ങൾക്ക് മുമ്പ് മുതൽ ഈ കാട്ടാന ആ പ്രദേശത്തോട് ചുറ്റിത്തിരിയുന്നുണ്ടായിരുന്നു. വനംവകുപ്പിനെ അവർ വിളിച്ചു പറഞ്ഞു വിവരം. അപ്പൊ വനംവകുപ്പ് പറഞ്ഞു അങ്ങനെയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ ഫോട്ടോ എടുത്തിടാൻ പറഞ്ഞു. അപ്പൊ രാത്രിക്ക് ഈ ആളുകൾ ഒരു തരത്തിൽ ചെന്ന് ഈ കാട്ടാനയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തു. പക്ഷെ ദൂരെ നിൽക്കുന്ന ഫോട്ടോ ഒക്കെ കൃത്യമായിട്ട് ആ ഫോട്ടോ ഒക്കെ നമുക്ക് കാണാം. അയച്ചു കൊടുക്കുകയും ഈ RRT ടീം ഒരു ദിവസം അവിടെ വനംവകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാർ ധോണിയിലാണ്. അവരവിടുന്ന് കുറെ ദൂരെ മാറിയുള്ള സ്ഥലത്താണ് അവരുടെ ഓഫീസോടെ. അവരവിടെ ഒരു ദിവസം അവിടെ വരികയും പടക്കം പൊട്ടിച്ച് ഈ ആന നിന്നിടത്തതായി ഞങ്ങൾ മാറ്റിവിട്ടു. അല്ലാതെ ഈ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റിവിടുകയോ ജനവാസ മേഖലയിൽ നിന്ന് പൂർണ്ണമായും തുരത്തുകയും ചെയ്തില്ല. ആന പിറ്റേ ദിവസം അതിനെ വന്നു. 3-ാം ദിവസം അതിനെ വന്നു. 3-ാം ദിവസം അവിടെ വന്നപ്പോഴും ആളുകൾ വിളിച്ച് പറയുന്നുണ്ട് കാട്ടാന ഇതിനെ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ ജീവന് ഭീഷണിയാണെന്നൊക്കെ ഇവര് ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് പറയുന്നുണ്ട്. അവര് വളരെ നിരുത്തരവാദപരമായ സമീപനമാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അലന്റെ മരണം എന്ന് പറയുന്നത് ശരിക്കും വനംവകുപ്പ് സ്പോൺസേഡ് അല്ലെങ്കിൽ സർക്കാർ സ്പോൺസേഡ് കൊലപാതകമാണ്. അവിടുത്തെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ഇറക്കി വിടുന്നതിനുള്ള സമീപനമാണ് അതിന് പിന്നിലുള്ളത്. തീർച്ചയായും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുകയാണ്. ഇവിടെ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന മൃഗത്തിന് അവിടെ യാതൊരു സ്റ്റാൻഡിങ്ങും ഇല്ല. ജനവാസ മേഖലയിൽ ഒരു വന്യമൃഗം കടന്നു വരാൻ പാടില്ല. വന്യമൃഗത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് അതിന്റെ ആവാസ മേഖലയായ വനം തന്നെയാണ്. വനത്തിന് പുറത്തു കിടക്കുന്ന വന്യജീവികളെ തുരത്തുന്നതിന് വേണ്ടിയിട്ട് ഉള്ള നടപടി എടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. ഈ തൊട്ടടുത്ത ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ചാണ് സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കരടി ഒരു മനുഷ്യനെ കൊന്നു. ആ രാജ്യത്ത് ആകെ മൊത്തം 1300 കരടികളുണ്ട്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ടെന്ന് കണക്കാക്കി കരടിയുടെ എണ്ണം കുറയ്ക്കാൻ നിശ്ചയിക്കുകയും ഏതാണ്ട് 300ഓളം കരടികളെ കൊല്ലുവാൻ ആ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. കാരണം അവിടെ വന്യജീവിയല്ല മനുഷ്യന്റെ ജീവനാണ് അവരവിടെ പ്രാധാന്യം നൽകുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ സർക്കാരിന്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ ജീവനും സ്വത്തിനും യാതൊരു ഉത്തരവാദിത്വം നൽകുവാൻ ഇവിടുത്തെ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ലെന്നുള്ളതാണ്. ഭരണഘടനാപരമായ ബാധ്യതയാണ് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാർ ഭരണഘടനാപരമായ ബാധ്യതയാണ് നിറവേറ്റാതിരിക്കുന്നത്. അത് ഭരണഘടനാ ലംഘനമാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. തീർച്ചയായും അങ്ങേയറ്റം മനുഷ്യത്വരഹിതവുമാണ്. ഈ കാര്യത്തിൽ സർക്കാരിനുള്ള ഉത്തരവാദിത്വം സർക്കാർ മറച്ചു പിടിക്കുന്നതിനും സർക്കാരിനെ കുറ്റവാളിയായി ചിത്രീകരിക്കപ്പെടാതിരിക്കുന്നതിനുമാണ് വളരെ ബാലിശമായ ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ അലൻ താമസിക്കുന്ന വീട് ഇവരുടെ താമസിക്കുന്ന ഒരു വലിയ കോളനി പോലെ 100-150 വീട്ടുകാർ താമസിക്കുന്ന ഒരു പ്രദേശമാണത്. ആ പ്രദേശത്തിന് ഏതാനും ആ പ്രദേശത്ത് വളരെ അകലെയല്ലാതെ സർക്കാർ വക ഒരു തേക്കുംകുപ്പുണ്ട്. നമുക്ക് അവിടെ ആ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് അധികം മാറി ഒരു തോടും അത് കഴിഞ്ഞ് അതിന്റെ അക്കരെയായിട്ട് ഈ പറഞ്ഞ പോലെ വെസ്റ്റേൺ ഫോറസ്റ്റുകളുണ്ട്. ഈ വെസ്റ്റേൺ ഫോറസ്റ്റില് എന്ന് പറയുന്നത് ശരിക്കും അത് സർക്കാർ ജനങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ വേണ്ടി സർക്കാരിന്റെ കസ്റ്റഡിയിൽ വന്നിരിക്കുന്ന ഭൂമിയാണ്. ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമി പതിച്ചു കൊടുക്കുന്ന കാലാകാലങ്ങളായി പറയുന്നുണ്ട്. പക്ഷെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ആ ഭൂമി പതിച്ചു കൊടുക്കാതെ വനംവകുപ്പ് അനധികൃതമായി ഈ പ്രദേശത്ത് കൊണ്ടുവന്ന് ജണ്ടിയിടുകയും വനമായി പ്രഖ്യാപിക്കുകയും ഈ ഇവര് താമസിക്കുന്ന വീട്ടിലേക്ക് നടന്നു പോകേണ്ട വഴി
വൈദ്യുതി വിളക്ക് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ ആ വഴി നന്നാക്കാനോ പറ്റാത്ത രീതിയിൽ ജണ്ടയ്ക്കകത്താക്കിയിരിക്കുകയാണ്. ഇതെല്ലാം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയിരിക്കുന്നത്. ഇതൊന്നും പുറം ലോകം അറിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ പുറംലോകം അറിയാത്തതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളും അതിനകത്തുണ്ട്. അതായത് ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പ്രമുഖ കക്ഷിയുടെ നിയന്ത്രണത്തിലാണ് ആ പ്രദേശം എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വലിയ ദുരന്തം ഉണ്ടായപ്പോൾ അവിടെ ഒരു ഹർത്താൽ പ്രഖ്യാപിച്ച് ആരും ആ പ്രദേശത്തേക്ക് കടന്നില്ലാതിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി. എന്താണ് വസ്തുത എന്ന് മനസ്സിലാക്കാതെ. അല്ലാതെ അവിടുത്തെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാനല്ല അവർ ശ്രമിക്കുന്നത്. ഇപ്പൊ തന്നെ ഗവൺമെന്റ് നിയമപരമായി കൊടുക്കേണ്ടിയിരിക്കുന്ന തുക ഞങ്ങളുടെ ഔദാര്യം കൊണ്ട് കൊടുക്കുന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് അവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ആ പരിക്ക് പറ്റിയ അലന്റെ അമ്മയ്ക്ക് മാതാവിന് ചികിത്സിക്കാനുള്ള സഹായം എത്രയും വേഗം പൂർണ്ണമായും ചികിത്സാ സഹായം സർക്കാർ അത് ഏറ്റെടുക്കണം. അതുപോലെ തന്നെ ആ കുടുംബത്തിന് 24 ലക്ഷം രൂപ ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച് സർക്കാർ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിന് പകരം 10 ലക്ഷത്തിൽ 5 ലക്ഷം മാത്രം കൊടുത്ത് ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത്. ഇവിടെ ഈ ജനങ്ങളുടെ ജീവന സ്വത്ത് നഷ്ടപ്പെടുന്നതിന് പേരിൽ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം, അതുണ്ടാക്കുന്ന ജനങ്ങൾക്കുണ്ടാകുന്ന അരക്ഷിതാവസ്ഥ, അതുപോലെ തന്നെ അത് ആ പ്രദേശത്തെ കൃഷിയിലും വരുമാനത്തിലും ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ, ഇതെല്ലാം ഗൗരവമായിട്ട് പരിഗണിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അവിടെ കണ്ടപ്പോൾ മനസ്സിലായത്, അവിടെ വനാതിർത്തിയോട് ചേർന്ന പല സ്ഥലങ്ങളിലും, അതായത് ഇവർ താമസിക്കുന്ന കുറച്ചകലം മാറി വനമുണ്ട്, ആ വനാതിർത്തിയോട് ചേർന്ന് ഫെൻസിങ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഫെൻസിങ് പൂർണ്ണമല്ല. കുറച്ച് ഭാഗത്ത് ഒരു ഫെൻസിംഗ് ഉണ്ട്, പിന്നെ കുറെ ഇടയാണ് അവിടെ, അത് തുറന്നു എടുക്കുകയാണ്. വീണ്ടും കുറച്ച് ഭാഗത്ത് ഒരു ഫെൻസിംഗ് ഉണ്ട്. അപ്പൊ കാട്ടാന എന്ന് പറയുന്ന ഈ നേരെ വരുന്ന ഫെൻസിംഗ് വഴി തന്നെ കടന്നു പറഞ്ഞൊന്നുമില്ല. അതിന് അല്പം അത് മാറി സുഖമായിട്ട് അതിന് പുറത്തേക്ക് ഇറങ്ങി വരാം. അല്ലാതെ വേലി പൊളിച്ചല്ല ഈ ആ കാട്ടാന കടന്നു വന്നിരിക്കുന്നത്, വേലി ഇല്ലാത്തടത്തോടെയാണ് കടന്നു വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിർമ്മിച്ചിരിക്കുന്ന വേലികൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു വർഷം പോലും നിൽക്കുവരാത്ത തരത്തിൽ ദുർബലമായ ഹാങ്ങിങ് ഫെൻസ് വേലികളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് ഫെൻസിംഗ് ഉള്ളിടത്ത് വൈദ്യുതി ചാർജ് നിൽക്കുന്നില്ല. അപ്പൊ നിരവധിയായ പ്രശ്നങ്ങൾ ആ പ്രദേശത്തുണ്ട്. ഈ പ്രശ്നങ്ങളെ ഒക്കെ അഡ്രസ് ചെയ്യാതിരിക്കാനുള്ള ഏക മറുപടിയാണ് ഇത് കുറെ അച്ഛന്മാരുടെയോ അല്ലെ മെത്രാന്മാരുടെയോ പ്രശ്നമാണെന്ന് പറയുന്നത്. ഇത് അച്ഛന്മാരുടെയും മെത്രാന്മാരുടെയും പ്രശ്നമല്ല, ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ഹർത്താൽ നടത്തുകയല്ല ചെയ്യേണ്ടത്. ആ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇനി കാട്ടാനകൾ കടക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതിനുള്ള ധൈര്യം കാണിക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന സമീപനം എന്ന് പറയുന്നത് അങ്ങേയറ്റം അപലപനീയമാണ്. അവിടെയുള്ള ജനങ്ങൾ ഞങ്ങളോട് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വനംവകുപ്പ് ഓഫീസ് ഇരിക്കുന്നത് ധോണിയിലാണ്, നഗരത്തിലാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അവിടെ അവരെ വിവരം അറിയിച്ച് ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ സംഭവം എല്ലാം നടന്നു കഴിഞ്ഞിരിക്കും. ഒന്നാമത് ഇവർ താമസിക്കുന്ന പ്രദേശത്തേക്ക് മൊബൈൽ റേഞ്ച് വളരെ കുറവാണ്. അപ്പൊ പലപ്പോഴും അവരുമായിട്ട് ബന്ധപ്പെടാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് ഈ വനംവകുപ്പ് ഓഫീസ് നഗരത്തിൽ നിന്ന് മാറി വനത്തിനകത്തേക്കാക്കണം. ഈ വന്യജീവികൾ കടന്നു വരുന്ന വഴിയിൽ എവിടെയെങ്കിലും വനത്തിനകത്താക്കുകയും അവിടെ സ്ഥിരമായി 10-20 ആൾക്കാരെ നിർത്തുകയും വന്യജീവികൾ ഈ മേഖലയ്ക്ക് കടക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരെ തടയുന്നതിനുള്ള നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാകുകയും ചെയ്യണം. ആ തരത്തിലുള്ള ക്രിയാത്മകമായ നടപടികളാണ് ഈ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിനു പകരം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഏറ്റവും നിരുത്തരവാദമായ സമീപനം മന്ത്രി നിർത്തണം. മന്ത്രി, ഒരു വനമന്ത്രി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ ഉത്തരവാദിത്വം നിറവേറ്റുവാൻ മന്ത്രി തയ്യാറാകണം. വനമന്ത്രി വനത്തിന് വേണ്ടി മാത്രമുള്ള മന്ത്രിയല്ല, ജനവും വനവുമായി ഇവിടെ ഒന്നിച്ചാണ് കഴിയുന്നത്. അപ്പൊ വനത്തിന്റെ അതിർത്തിയിലുള്ള മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാതെ കഴിയാൻ പറ്റില്ല. വനാതിർത്തിയിൽ എന്താണെങ്കിലും മനുഷ്യൻ ജീവിക്കാതിരിക്കാൻ പറ്റില്ല. കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത്, അതിന് 3-ഓളം വനമുള്ള ഒരു സംസ്ഥാനത്ത് വനാതിർത്തിയിൽ മനുഷ്യൻ ജീവിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അല്ലാതെ വേറെ സ്ഥലമില്ല. അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിൽ വനമന്ത്രിയുടെ സമീപനം അങ്ങേയറ്റം നിരുത്തരവാദപരമാണ്. വനംവകുപ്പിന്റെ സമീപനം അങ്ങേയറ്റം നിരുത്തരവാദപരമാണ്. വനംവകുപ്പ് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങൾക്ക് സുരക്ഷ കൊടുക്കണം. അതിന് മുഖ്യമന്ത്രി തന്നെ ഇയാളെ വിളിച്ചുകൊണ്ട് സംവിധാനം പോലും അവിടെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ്. മുഖ്യമന്ത്രി അക്കാര്യത്തിൽ ഉത്തരം പറയാൻ ബാധ്യസ്ഥരാണ്. മുഖ്യമന്ത്രിയാണല്ലോ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുത്താൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും വന്യജീവി ആക്രമണത്തിൽ തടയുമെന്നും അതിന് സ്പെഷ്യൽ ഫോർമുല കൊണ്ടുവരുമെന്നും ഒക്കെ അതുപോലും പാലിക്കാൻ ഇവിടെ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് തന്നെയാണ് ഇന്നത്തെ പ്രാഥമികമായ ഉത്തരവാദി. കേന്ദ്ര നിയമം മുതൽ വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാകണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. കത്തോലിക്ക കോൺഗ്രസ് എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ കാതലായ മാറ്റങ്ങൾ, കാലോചിതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നുള്ളതാണ്. ആ കാലോചിതമായ മാറ്റങ്ങൾക്കുള്ള സമയം അതിക്രമിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന വനംവകുപ്പും അതുപോലെ മറ്റ് പരിസ്ഥിതി സംഘടനകളും ഒക്കെ ചേർന്നിട്ട് ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം നൽകത്തക്ക രീതിയിൽ വനനിയമത്തിന് പൊളിച്ചെടുത്തുണ്ടാകുകയും വനത്തിന് പുറത്ത് വന്യജീവികൾക്ക് നിയമപരമായ സംരക്ഷണം ഇല്ല എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം. വനത്തിനകത്ത് വന്യജീവികൾക്ക് നിയമപരമായ സംരക്ഷണം അർഹതപ്പെട്ടതാണ്. പക്ഷെ വനത്തിന് പുറത്ത് അതിന്റെ ആവശ്യമില്ല. വനത്തിന് പുറത്ത് കിടക്കുന്നവരെ തുരത്തുകയോ വെടിവെക്കുകയോ അതല്ലെങ്കിൽ അതിനെ പിടിച്ചുകൊണ്ട് പോവുകയോ എന്താണ് ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിതത്വം കൊടുക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറാകണം. ഇതാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനായിട്ടുള്ളത്.